ഡൽഹി ചെങ്കോട്ടയ്ക്കടുത്തുണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദും AGUH എന്നുമാണ് സംശയം. പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചത് ജെയ്ഷെ ഭീകരൻ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നാണ് സൂചന. ഇയാൾക്ക് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ ഡോക്ടേഴ്സുമായി ബന്ധമുണ്ടെന്നാണ് വിവരം. ഡോക്ടേഴ്സ് പിടിയിലായതിന്റെ പരിഭ്രാന്തിയിൽ ഉമർ മുഹമ്മദ് പെട്ടെന്ന് ആസൂത്രണം ചെയ്ത ചാവേർ സ്ഫോടനമാകാനുള്ള സാധ്യതയും അന്വേഷണ ഏജൻസികൾ തള്ളിക്കളയുന്നില്ല. ഉമർ മുഹമ്മദിന്റെ ചിത്രം പുറത്തുവന്നു. ഉമർ മുഹമ്മദിന്റെ സഹോദരനെയും കുടുംബാംഗങ്ങളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ ഉൾപ്പെടെ 7 പേർ കസ്റ്റഡിയിലുണ്ട്. സ്ഫോടനമുണ്ടായ സ്ഥലത്തു നിന്നും അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം കണ്ടതായും സൂചനയുണ്ട്. अभी कोतवाली थाने के अंदर FIR दर्ज कर ली गई है। उसके अंदर UPA एक्सप्लोजिव्स एक्ट भारतीय न्याय संहिता की धाराओं के तहत मुकदमा दर्ज किया गया है। सीन ऑफ क्राइम के ऊपर फॉरेंसिक साइंस की FSL की टीम भी है। उसके अलावा और भी स्पेशलाइज्ड एजेंसीज की दिल्ली पुलिस की टीम भी है, NSG की टीम भी है, जो पूरे सीन ऑफ क्राइम को यहाँ पे एग्जामिन कर रही हैं, आसपास के इलाके को भी एग्जामिन कर रही हैं और जो भी इसकी इन्वेस्टिगेशन के लिए ज़रूरी एविडेंसेज और ट्रेसेस हैं वो सारे कलेक्ट किए जा रहे हैं। ഇന്നലെ വൈകിട്ടുണ്ടായ സ്ഫോടനത്തിൽ 9 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 6 മൃതദേഹം തിരിച്ചറിഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരും. അന്വേഷണം NIAക്ക് കൈമാറിയേക്കും. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയിലാണ്. ബൽറാം നെടുങ്ങാടിയും അജീഷ് ജയകുമാർ ചേരുന്നു. ആദ്യം ബൽറാമിലേക്ക് ഞാൻ പോകുന്നു. ബൽറാം, ഇത് ചാവേർ ആക്രമണം എന്ന് സ്ഥിരീകരിക്കാൻ സമയമായോ? ഇപ്പോൾ അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയാണ്. അതിനുശേഷം ഇപ്പോഴും നമുക്ക് മുന്നിലുള്ള വിവരങ്ങൾ ഒന്നും തന്നെ സ്ഥിരീകരിച്ച വിവരങ്ങളല്ല. അമിത്ഷാ ആവട്ടെ, കേന്ദ്ര പ്രതിരോധ മന്ത്രി ആവട്ടെ, അല്ലെങ്കിൽ ഡൽഹി പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരാവട്ടെ, ഇന്നലെയും ഇന്നുമായി കാര്യമായി ഏതെങ്കിലും ഒരു സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ പറയുന്നുമില്ല. ഒരുപക്ഷെ ഈ യോഗത്തിന് ശേഷം ഈ സംശയങ്ങൾക്ക് മറുപടി ഉണ്ടാകും എന്ന് കരുതാമോ ബൽറാം? ഹഷ്മി, തീർച്ചയായും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചിരിക്കുന്ന യോഗം ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാണ്. രാവിലെ 11 മണിക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ വിളിച്ച യോഗത്തിൽ ആഭ്യന്തര സെക്രട്ടറി കൂടാതെ രാജ്യത്തെ മുഴുവൻ ഏജൻസികളുടെയും തലവന്മാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു യോഗത്തിന് ശേഷം ഈ സ്ഫോടനം സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകും. ഇതുവരെയുമുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇത്തരം ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു സ്ഫോടനമുണ്ടായി, അതിൽ 8 പേർ ഇന്നലെ രാത്രിയോടെ മരിച്ചിരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു, അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ള സ്ഥിരീകരണം മാത്രമാണ് നൽകിയത്. അതിനപ്പുറത്തേക്ക് എന്നാൽ ഏജൻസികൾ എത്തിയിരിക്കുന്നു. ഏറെ ദൂരം അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നു. അതിവേഗമുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഈ സ്ഫോടനം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഈ സ്ഫോടനം നടന്ന വാഹനം വന്ന വഴിയിലേക്ക് റിവേഴ്സ് മാപ്പിംഗ് നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ 8 മണിക്കൂറുകളിൽ, സ്ഫോടനത്തിന് മുൻപുള്ള 8 മണിക്കൂറുകളിൽ ഈ വാഹനം സഞ്ചരിച്ച വഴികൾ അത് പൂർണ്ണമായും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന് അതിന്റെ പൂർണ്ണ ചിത്രം ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ഏജൻസികൾ NIAയും NSGയും ഒപ്പം തന്നെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും ക്രൈംബ്രാഞ്ചും കൂടാതെ മറ്റ് ജമ്മു കശ്മീരിലെയും ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും ATSകളും എല്ലാം തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു അട്ടിമറി എന്ന അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണ പദ്ധതി എന്ന ദിശയിലേക്ക് തന്നെയാണ്, അത് കണക്കാക്കി തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും അത്തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരവാദ സംഘടന ഇതിന് പിന്നിൽ ഉള്ളതായുള്ള വ്യക്തമായ സൂചനകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നടത്തിയ റെയ്ഡ്, അതിൽ അറസ്റ്റിലായവർ കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളും എന്നിവയുമായി ഈ ഒരു സ്ഫോടനത്തിന് ബന്ധമുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഏജൻസികൾ. അതിൽ പ്രധാന തെളിവായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഇവിടെ ഈ സ്ഫോടനത്തിൽ തകർന്ന കാറിൽ അവശിഷ്ടങ്ങളിൽ നിന്നും അമോണിയം നൈട്രേറ്റ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അമോണിയം നൈട്രേറ്റ് ഇന്ധനം കൂടാതെ ഡിറ്റനേറ്ററുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അമോണിയം നൈട്രേറ്റിൻ്റെ 2900 കിലോയോളമാണ് ഈ ഫരീദാബാദിലെ ഡോക്ടർമാരുടെ വാടക വീട്ടിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന വാഹനത്തിൽ നിന്നും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ബന്ധം ഈ സ്ഫോടനത്തിനുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ ഈ കാർ സ്ഫോടനം നടത്തിയ ഹരിയാന 26 എന്ന രജിസ്റ്റർ നമ്പറിൽ ആരംഭിക്കുന്ന കാർ അത് സഞ്ചരിച്ച വഴികളിൽ ഏറ്റവും പ്രധാനം ഈ സ്ഫോടനം നടക്കുന്നതിന് മിനിറ്റുകൾ മുമ്പ്, 4 മിനിറ്റ് മുമ്പ് വരെ ഇവിടെ ഈ റെഡ് ഫോർട്ടിന് സമീപം തന്നെയുള്ള പാർക്കിംഗ് ഏരിയയിൽ 3 മണിക്കൂറിലേറെ ഈ കാർ നിർത്തിയിട്ടിരുന്നു. കൃത്യമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് അതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ എത്തിയതാണ്. 3:19 വൈകിട്ട് ഈ വാഹനം പാർക്കിംഗ് ഏരിയയിൽ എത്തുന്നു. വൈകിട്ട് 6:48 പാർക്കിംഗ് ഏരിയയിൽ നിന്നും 3 മണിക്കൂർ സ്ഫോടക വസ്തുക്കളുമായി ഈ കാറൊക്കെ അവിടെ കിടന്നു എന്നൊക്കെയാണോ പറയുന്നത്? കാര്യം അല്ലെങ്കിൽ തന്നെ ഈ ചാന്ദിനി ചൗക്കും ഏരിയ അല്ലെങ്കിൽ അതുപോലെ തന്ത്രപ്രധാനമായ ഐക്കോണിക് കേരളത്തിന്റെ രാജ്യത്തിന്റെ പൗരാണികമായ വളരെ പ്രാധാന്യമുള്ള
ഒരുപാട് തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സ്ട്രാറ്റജിക്കൽ മേഖലയാണത്. അവിടെ അല്ലെങ്കിൽ തന്നെ വലിയ പരിശോധനയുള്ള സ്ഥലമാണ്. അവിടെ ഇത്രയധികം സ്ഫോടക വസ്തുക്കളും ഇപ്പോൾ അത്ര വലിയ ഇത് ചാവേർ ആക്രമണമാണെങ്കിൽ അത്ര വലിയ സ്ഫോടനം ഉണ്ടാക്കിയെങ്കിൽ ആ സ്ഫോടനം ചെറിയ അളവ് സ്ഫോടക വസ്തുക്കൾ കൊണ്ട് സാധ്യമാകുന്ന ഒന്നല്ല. അപ്പോൾ അത്ര വലിയ അളവിൽ സ്ഫോടക വസ്തുക്കളുമായി ഒരു കാർ പൊട്ടിത്തെറിക്കാൻ പാകത്തിന് 3 മണിക്കൂർ അവിടെ നിർത്തിയിട്ടിരുന്നു എന്നൊക്കെ പറയുന്നത് സങ്കടകരമാണ്. ബൽറാം. ഹാഷ്മി, തീർച്ചയായും ഇത് ഗൗരവത്തോടെ തന്നെയാണ് ഈ ഒരു സാഹചര്യം കാണേണ്ടത്. എങ്കിൽ പോലും ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് കാർ എത്തുന്നതിൻ്റെയും അവിടെ നിന്ന് പുറത്തു പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്ഫോടക വസ്തുക്കളുമായാണോ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടത്, അല്ലെങ്കിൽ എവിടെ വെച്ചാണോ ഈ സ്ഫോടക വസ്തുക്കൾ ഈ കാറിൽ നിറച്ചത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത്തരത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. ഈ കാറിൽ ഉണ്ടായിരുന്നത് ആരൊക്കെ, അതിലേക്ക് കൂടുതൽ പേർ വന്നിരുന്നോ, എന്തെങ്കിലും വസ്തുക്കൾ ഇതിലേക്ക് എത്തിക്കുന്നതായി ദൃശ്യങ്ങൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചു വരികയാണ്. എന്നാൽ ജമ്മു കശ്മീരിലെ പുൽവാമ സ്വദേശി ആയ ഡോക്ടർ ഉമർ മുഹമ്മദിലേക്ക് ഈ അന്വേഷണം എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇതിൽ ഒരു ജെയ്ഷെ മുഹമ്മദ് ഭീകര ബന്ധം ഈ ഒരു സംഭവത്തിനുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും സ്ഫോടനം ഉഗ്രശേഷിയുള്ള സ്ഫോടനമായിരുന്നു. വലിയ അളവിലുള്ള സ്ഫോടക വസ്തു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രാഥമിക പരിശോധനയിൽ നിന്ന് തന്നെ അത്രത്തോളം വലിയ ശബ്ദം, 2 കിലോമീറ്റർ അകലെ വരെ കേൾക്കുന്ന ശബ്ദവും അതിവേഗം തീ പടരുന്ന സാഹചര്യവും ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം സ്ഫോടക വസ്തുവിൻ്റെ അളവ് വലിയ തോതിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. കൂടാതെ എന്നാൽ ഈ സ്ഫോടനം വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ ഏജൻസികൾ എത്തുന്നത്. ഇതിൽ തെളിവുകൾ അല്ലെങ്കിൽ സാധൂകരണം നൽകുന്നത് ഈ ഡോക്ടർ ഉമർ മുഹമ്മദുമായി ബന്ധപ്പെട്ട് ലഭിച്ച കൂടുതൽ വിവരങ്ങളാണ്. ഇയാൾ പുൽവാമയിലെ കോലി സ്വദേശിയാണ്. ഫരീദാബാദിലെ അൽ ഫലാ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി പ്രവർത്തിച്ചു വരികയാണ്. ശ്രീനഗറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഡോക്ടർ ഉമർ മുഹമ്മദ് MBBS പൂർത്തിയാക്കിയത്. അതിനുശേഷം ബിരുദാനന്തര ബിരുദ പഠനം ഉണ്ടായിരുന്നത് അനന്ത്നാഗ് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു. ഇവിടെ വെച്ചാണ് ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിൽ അംഗങ്ങളുമായി ഇയാൾ ബന്ധപ്പെടുന്നത് എന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. തുടർന്ന് ആ ഒരു സംഘമാണ് ഫരീദാബാദിലേക്ക് മാറുന്നതും. കൂടാതെ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ആദ്യ അറസ്റ്റിലായ ഡോക്ടർ, അദ്ദേഹം ഈ അനന്ത്നാഗ് മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരാളാണ്. ഇയാളുമായി ബന്ധമുള്ളവരാണ് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ അറസ്റ്റിലായ മുസലീം, ഒപ്പം തന്നെ മറ്റ് ഡോക്ടർ ആദിൽ എന്നീ 2 ഡോക്ടർമാരും മറ്റൊരു സ്ഫോടനം നടന്ന കാർ സഞ്ചരിച്ച റൂട്ട് വിവരങ്ങൾ ഡൽഹി പോലീസ് ശേഖരിക്കുകയാണ്. സ്ഫോടനത്തിന് 8 മണിക്കൂർ മുൻപ് മുതലുള്ള വിവരങ്ങളാണ് എടുക്കുന്നത്. CCTV ആണ് പ്രധാനമായും അതിനെ ആശ്രയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.